ഇറാന്റെ അടുത്ത ടാർഗറ്റ് ബഹ്റൈൻ ആണോ? അതിനുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. എക്സ്പെർട്ട് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, സീസ് ഫയറിന് ശേഷം ഇറാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് UAE ആണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇന്നലെ വെള്ളിയാഴ്ച അടക്കം ഇറാൻ UAE അറ്റാക്ക് ചെയ്തു എന്നാണ് UAE ഗവൺമെന്റ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിന് പല കാരണങ്ങളുണ്ടെങ്കിലും എക്സ്പേർട്സ് പറയുന്നത് പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് UAE ഇസ്രായേലുമായിട്ടുള്ള ബന്ധമാണ്. സീസ് ഫയറിന് ശേഷം ഈ ബന്ധം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട് എന്നാണ് എക്സ്പേർട്ട് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവരുടെ വെപ്പൺ ട്രയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ബന്ധം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ UAE ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഇതുപോലുള്ള ചില ഡെവലപ്മെന്റ്സ് ഇപ്പോൾ ബഹ്റൈനിലും നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും രണ്ട് ഡെവലപ്മെന്റ്സ് ആണ് ബഹ്റൈനിൽ നടന്നിട്ടുള്ളത്. ഒന്നാമത്, ഇന്ന് ബഹ്റൈനിലെ ഇന്റീരിയർ മിനിസ്ട്രി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദ ഗവൺമെന്റ് ഓഫ് ബഹ്റൈൻ അറസ്റ്റഡ് 41 ഇൻഡിവിജ്വൽസ് ലിങ്ക്ഡ് വിത്ത് IRGC. IRGCയുമായിട്ട് ലിങ്ക് ഉള്ള 41 ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്തിട്ടുണ്ട്? ബഹ്റൈൻ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞിട്ടുള്ളത്, ഇവർ അവിടെ, അതായത് ബഹ്റൈനിൽ ഒരു കോർ ഗ്രൂപ്പ് ഉണ്ട്, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, അവരുമായിട്ട് ബന്ധമുണ്ട്, അവർ IRGCയുമായിട്ട് ബന്ധമുണ്ട് എന്നാണ് ബഹ്റൈൻ പുറത്തുവിട്ടുള്ളത്. ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് വെച്ചിട്ടാണ്. കൃത്യമായിട്ടുള്ള എവിഡൻസും അതായത് ഇൻഫർമേഷൻസ് പുറത്തുവിട്ടില്ലെങ്കിലും ഇവർ പറഞ്ഞിട്ടുള്ളത് പല തരത്തിലുള്ള പ്ലാനിങ്ങും, അതായത് രാജ്യത്ത് നാഷണൽ ത്രെട്ട് ഉണ്ടാക്കുന്ന പല പ്ലാനിങ്ങും ഇവർ നടത്തിയിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ബഹ്റൈൻ ഗവൺമെന്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഓക്കെ, അറസ്റ്റ് ചെയ്തിട്ടുള്ള 41 പേർ IRGCയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഡെവലപ്മെന്റ് നോക്കാം. രണ്ടാമത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, ബഹ്റൈൻ എന്ത് ചെയ്തിട്ടുണ്ട്? UNSCയിൽ ഒരു റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് റിഗാർഡിംഗ് സ്ട്രീറ്റ് ഓഫ് ഹോർമുസ് ആണ്. ഫോക്കസ് ചെയ്യുന്നത് എൻഡിങ് ഇറാനിയൻ അറ്റാക്ക്, അതുപോലെ റിമൂവിംഗ് സീ മൈൻസ്, അതുപോലെ പ്രൊട്ടക്ടിംഗ് ദ ഫ്രീഡം ഓഫ് നാവിഗേഷൻ. ഈ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു റെസൊല്യൂഷൻ ആണ് UNSCയിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. വിത്ത് സപ്പോർട്ട് ഓഫ് യുഎസിന്റെ സപ്പോർട്ടോടുകൂടി, യുഎസും അതുപോലെ GCC നേഷൻസിന്റെ ഒക്കെ സപ്പോർട്ടോടു കൂടിയാണ് ബഹ്റൈൻ ആണ് ഈ ഒരു കാര്യം ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. ഇതേ കാര്യം കഴിഞ്ഞ മാസം ഏപ്രിൽ 2026 എന്ത് ചെയ്തിട്ടുണ്ട്? ഇതേ റെസൊല്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ബഹ്റൈൻ തന്നെ ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ ആ റെസൊല്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. അതായത് 11 പേര് ഫേവർ ആയിട്ട് വോട്ട് ചെയ്യുകയും, എന്നാൽ 2 പേർ, അതായത് ചൈനയും റഷ്യയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന് എഗനിസ്റ്റ് ആയിട്ട് വോട്ട് ചെയ്യുകയും, 2 പേർ വോട്ട് ചെയ്യാതെ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു റെസൊല്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. കാരണം വീറ്റോ യൂസ് ചെയ്തു. ഇനി മെയിലേക്ക് വന്നതിനല്ല, അതായത് ഈ മാസം ഇപ്പോഴത്തെ റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തിട്ടത്രേ. എന്നാൽ ഈ ഡ്രാഫ്റ്റ് ചെയ്ത റെസൊല്യൂഷനിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ റഷ്യ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. റഷ്യ ഇതിന് ഫേവർ ചെയ്യില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു റെസൊല്യൂഷനും പാസ്സാവില്ല. ഈ ന്യൂസ് വന്നതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേർ ചോദിച്ചു കണ്ടു, ഇത്രയും പേര്, അതായത് 11 പേർ ഫേവർ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ആ റെസൊല്യൂഷൻ പാസ്സാവാതിരുന്നത് എന്ന്. അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അതായത് UN സെക്യൂരിറ്റി കൗൺസിലിൽ 5 പെർമനന്റ് മെമ്പേഴ്സ് ആണുള്ളത്. ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US. ഇവർക്ക് ഒരു പവർ ഉണ്ട്, വീറ്റോ പവർ. ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യം ഒരു റെസൊല്യൂഷൻ വന്നിട്ട് ആ റെസൊല്യൂഷന് എതിരെ നിന്ന് കഴിഞ്ഞാൽ, ഒരു രാജ്യം എതിരെ നിന്നാൽ മതി, ഈ 5-ൽ ആ റെസൊല്യൂഷൻ പാസ്സാവില്ല. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിട്ടുള്ളത് നാഷണൽ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ടൂൾ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്നാൽ ഓൾറെഡി ഇതിനൊക്കെ അൺഡെമോക്രാറ്റിക് ആണെന്ന് പറഞ്ഞിട്ടുള്ള ക്രിറ്റിസിസം വരുന്നുണ്ട്. ശരിക്കും നോക്കിയാൽ അത് അൺഡെമോക്രാറ്റിക് ആണ്. ഓക്കെ, ഇനി US നോക്കിയാൽ US എന്ത് ചെയ്തിട്ടുണ്ട്? പുതിയൊരു സാങ്ഷൻ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് മിഡിൽ ഈസ്റ്റ്, അതുപോലെ ചൈനയിലെ ചില കമ്പനീസിനും ഇൻഡിവിജ്വൽസിനും നേരെയാണ് US എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു സാങ്ഷൻ ഇമ്പോസ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുൻപായി US എന്ത് ചെയ്തിട്ടുണ്ട്? ചില ചൈനീസ് റിഫൈനറിക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്? സാങ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള റീസൺ പറഞ്ഞിട്ടുള്ളത്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇറാനിൽ നിന്നും ഓയിൽ ബൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് US ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? സാങ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ പുതിയ സാങ്ഷൻ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലുള്ള ഇൻഡിവിജ്വൽസിനെയും അതുപോലെ കമ്പനീസിനെയും അതുപോലെ ചൈനയിലുള്ള കമ്പനീസിനെയാണ്. അതായത് ഏകദേശം 11 എൻറ്റിറ്റീസിനെയും അതുപോലെ 3 ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഇൻ ഇറാൻ, ചൈന, അതുപോലെ UI, ഇവർക്കൊക്കെയാണ് അതായത് 11 എൻറ്റിറ്റീസിനും അതുപോലെ 3 ഇൻഡിവിജ്വൽസിന് എതിരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? സാങ്ഷൻ കൊടുത്തിട്ടുള്ളത്. പ്രശ്നം വഷളാക്കാനാണോ ഇപ്പോൾ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം ചൈനയിലുള്ള കമ്പനിക്ക് സാങ്ഷൻ കൊടുത്തു. അതിനുള്ള കാരണം US പറഞ്ഞിട്ടുള്ളത്, ഈ കമ്പനീസ് ഒക്കെ ഇറാനെ സഹായിക്കുന്നുണ്ട് എന്നാണ്. അതായത് സാറ്റലൈറ്റ് ഇമേജിനറീസ് സെൻഡ് ചെയ്യുകയും അതുപോലെ മറ്റു തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഇറാന് കൊടുത്തിട്ടുണ്ട് എന്നാണ് US പറഞ്ഞത്. അതുകൊണ്ടാണ് സാങ്ഷൻ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്നാൽ ചൈന ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാതൊരു തരത്തിലുള്ള സഹായവും ഇറാന് ചെയ്തു കൊടുക്കുന്നില്ല എന്ന്. അതുപോലെ റഷ്യയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ US നിന്ന് വന്നിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട്, പുതിയതായിട്ട് വന്നിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. അവർ പറഞ്ഞിട്ടുള്ളത് റഷ്യ ഇറാനെ സഹായിക്കുന്നുണ്ട്. അത് കാസ്പിയൻ സീ വഴി
ഡ്രോണും അതുപോലെ ഡ്രോണിന് മറ്റുള്ള എക്യുപ്മെന്റ്സ് വെപ്പൺ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കാസ്പിയൻ സീ വഴി എന്ത് ചെയ്തിട്ടുണ്ട്, ഇറാനിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് US ഇന്റലിജൻസ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതൊക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ റഷ്യ ഒരുപക്ഷെ ഇറാനെ സഹായിക്കുന്നുണ്ടാവും, എന്നാൽ ചൈന പറഞ്ഞുള്ളത് അവർ സഹായിക്കുന്നില്ല എന്നാണ്. പക്ഷേ USA ഇതുപോലുള്ള സാങ്ഷൻ ഒക്കെ കൊടുത്ത് ചൈനനെ പ്രഷർ കയറ്റി കഴിഞ്ഞാൽ ചൈന ഒരുപക്ഷെ എന്ത് ചെയ്യും, ഇപ്പൊ സഹായിക്കുന്നില്ലെങ്കിലും ഇനി സഹായിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ടെൻഷൻ എന്ത് ചെയ്യും, കുറച്ചും കൂടി എസ്കലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലാതെ കുറയാൻ നിൽക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.